ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അന്നപ്പോഴേ ഇന്നൊരു ബീഫ് അച്ചാർ ഇടുന്നതാണ്. എനിക്ക് കുറച്ച് ബീഫ് അച്ചാറിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ ചെയ്യുവാണേ. അന്നപ്പം ബീഫ് അച്ചാറിടുക. ആദ്യം ഞാനിത് വേവിച്ചായിരുന്നു കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ച് നല്ലപോലെ വേവിച്ചിട്ട് അത് കഴിഞ്ഞ് വേവിച്ചെടുത്ത് കഴിഞ്ഞ് വെള്ളം എല്ലാം കളഞ്ഞ് കഴിഞ്ഞ് കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം ഉപ്പും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതിപ്പം വറുത്ത് കോരാനായിട്ട് പോകുന്നത്. അതിന് ഞാൻ നല്ലെണ്ണ ഒഴിച്ച് ബീഫെല്ലാം വറുത്ത് കോരി കേട്ടോ. പിന്നുണ്ടല്ലോ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ബീഫ് അച്ചാറിനൊക്കെ ഓർഡർ തരുന്നവരെ ഒരു 3-4 ദിവസം മുമ്പെങ്കിലും ഓർഡർ തരണേ. കാരണം ഈ അച്ചാർ ഇട്ടിട്ട് ഒരു 3 ദിവസമെങ്കിലും ഒന്ന് വെച്ചിട്ട് പാക്ക് ചെയ്താലുള്ളൂ അതിൻ്റെ ആ കറക്റ്റ് ആ ഒരു ഇത് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് പറയുമ്പോഴേ നമുക്കതൊരു കുഴപ്പമില്ല, എങ്കിലും ആ ഒരു ഇച്ചിരി പഴകിയാലല്ലേ ഉള്ളൂ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാട്ടോ. അപ്പം എന്താ ഞാൻ സാധാ എല്ലാ അച്ചാറിനും ചെയ്യുന്ന പോലെ നല്ലെണ്ണ ഒഴിച്ച് കടുക് ഉലുവായി ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ വറുത്തെടുത്ത് കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് മസാല എല്ലാം കൂടെ ചേർത്ത് അത് നല്ലതുപോലെ പച്ചമണം എല്ലാം മാറുന്നിടം വരെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് വിനാഗിരി ഉപ്പും പഞ്ചസാരയും ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് വറുത്ത് കോരി വെച്ച് നമ്മുടെ ബീഫ് ഇട്ട് കൊടുത്തു കേട്ടോ. ബീഫ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പം ബീഫ് അച്ചാർ ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ്. ബീഫിന് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് ബീഫ് അച്ചാറിന് ഓർഡർ വരുന്നത്. അത് ഗൾഫിലേക്ക് കൊടുത്തു വിടാനായിട്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് ഇന്നലെ വിളിച്ച് ഇപ്പോൾ ചോദിച്ചു. ബീഫും മീനും വെളുത്തുള്ളിയും അമ്പഴങ്ങായും അങ്ങനെ എല്ലാ അച്ചാറും എല്ലാ അച്ചാറിനും ഓർഡർ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഓരോ കിലോ വെച്ച് വേണമായിരുന്നു. അപ്പം അതെല്ലാം അപ്പോഴത്തേക്കും മീനച്ചാർ തീർന്നിരിക്കുമായിരുന്നു. മീനും വെളുത്തുള്ളിയും തീർന്നിരിക്കുമായിരുന്നു. പിന്നെ ബീഫ് ഇല്ലായിരുന്നു, ബീഫും. അപ്പം ഞാൻ ബീഫ് അവർക്ക് 1 കിലോ ആയിരുന്നു വേണ്ട. ഞാൻ അപ്പോൾ 2 കിലോ ബീഫാണ് മേടിച്ചത്. 2 കിലോ ബീഫ് മേടിച്ചിട്ടാലേ ഉള്ളൂ നമുക്ക് 1.5 കിലോ അല്ല 1.25 കിലോ അടുത്ത് കിട്ടത്തുള്ളൂ. അതിൽ കൂടുതൽ കിട്ടത്തില്ല. 2 കിലോ ഇട്ടാലോ 1.25 കിട്ടത്തുള്ളൂ. നമ്മളിതിനകത്ത് വെള്ളം ഒന്നും ചേർക്കുന്നതല്ലല്ലോ. ഇതിനകത്ത് ശരിക്കും ആ ബീഫും ആ ഗ്രേവി മാത്രമുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ വെള്ളമോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. വെള്ളമൊക്കെ ചേർക്കുവാണെങ്കിൽ ചിലപ്പം ഒരു പക്ഷേ തൂക്കം കൂടുതൽ കിട്ടുമായിരിക്കും. അപ്പം നമുക്ക് കുറച്ച് ലാഭം കിട്ടും. പക്ഷേ അങ്ങനെ ലാഭം കിട്ടിയാൽ ഇത് നമുക്ക് കുറച്ച് നാൾ ഇരിക്കത്തില്ല, പെട്ടെന്ന് പൂത്തുപോകും വെള്ളം ചേരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് വെള്ളം എന്ന് പറയുന്നൊരു സാധനം ഒരു ശകലം പോലും തൊടാതെ കേട്ടോ ഞാൻ അച്ചാറിടുന്നത്. എൻ്റെ അച്ചാർ മേടിച്ച് കഴിച്ചവർക്കൊക്കെ അറിയാം അച്ചാറിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, യൂട്യൂബിൽ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും, ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ല് കേട്ടോ. ഫേസ്ബുക്കിലാണെങ്കിലും ഫോളോ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല്, പിന്നെ ഓർഡർ ചെയ്യാനും മറക്കല്ല് കേട്ടോ. നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാവേ.